ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നിങ്ങൾ ഹെഡിങ് കണ്ടല്ലോ അല്ലേ? അപ്പോൾ അറിയാലോ എന്താ സാധനം ഉണ്ടാക്കണമെന്ന്, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്ത് വെച്ചിരിക്കുകയാണ്, കണ്ടോ? ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, 2 മുട്ട, ഇത് കുരുമുളക് പൊടിയാണ്. ഈ കുരുമുളക് പൊടിയോ ക്രഷ്ഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പൊടിയിടാം, വെളുത്ത കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിടുക. എൻ്റെ കയ്യിൽ വെളുത്ത പൊടിയില്ല, ഞാൻ അതിന് കറുത്ത കുരുമുളക് പൊടി ഇട്ട്. നമ്മൾ ഇന്ത്യൻസിൽ അപ്പോൾ നമുക്ക് കറുപ്പ് മതി. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പാനിഷ് ഓംലെറ്റിൻ്റെ ഒരു ബന്ധു. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി. മുട്ട ഞാൻ എടുത്തു. എന്നിട്ട് നമുക്ക് മുട്ട ഇങ്ങനെ പൊട്ടിക്കാം അല്ലേ? എങ്ങനെയും പൊട്ടിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ പൊട്ടിക്കാൻ വിചാരിക്കുന്നു. എനിക്ക് ഈസി ഇതായതിന് ഞാനിങ്ങനെ ഒട്ടിക്കുന്നു. ഉണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ എടുക്കുമ്പം ഇതിൻ്റെ വെള്ള മാത്രമായിട്ട് എടുക്കണം. രണ്ട് മുട്ടയുടെ ഇതുപോലെ എടുക്കാം. മനസ്സിലായാലും എങ്ങനെ എടുക്കണ്ടേന്ന് കണ്ടോ? ഇങ്ങനെ ഹോളിട്ടാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വെള്ളയായിട്ട് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ കൈ കൊണ്ട് അരിച്ചൊക്കെ എടുക്കണം. ഞാൻ അത്രയ്ക്ക് എക്സ്പെർട്ടല്ല. ഇതിങ്ങനെ പതഞ്ഞ് വന്ന പത പോലെ ഉണ്ട. കുറച്ചുകൂടെ പതയാക്കാം. മഞ്ഞയും വെള്ളയും മുട്ടയുടെ 2 പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെണ്ണ, ഞാൻ 2 ചെറിയ ക്യൂബ് ഇട്ട് 2 സ്പൂൺ ക്യൂബായിട്ടുണ്ട്. ഇതൊന്ന് ആയിക്കോട്ടെ. നമുക്ക് ഇതിലേക്ക് ഈ മുട്ടയുടെ വെള്ള ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതൊന്നും നമുക്ക് എല്ലായിടത്തിട്ട് ആക്കാം. വെണ്ണ ഇതിൻ്റെ മുകളിൽ ഈ മഞ്ഞ കൂടെ ഇടുകയാണ്. മഞ്ഞ നമ്മൾ പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ചെറുതീയിൽ വയ്ക്കാം നമുക്ക്. നമുക്കിപ്പോൾ ഇത് മൂടി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാൻ തുറന്ന് ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് അടിയിൽ ചെറിയൊരു ബ്രൗൺ കളർ വരണം, അതാണ് ഇതിൻ്റെ പാകം. ആയിട്ടുണ്ട്. ബ്രൗൺ കളർ കാണണോ? ഇതാ കാണാമോ? കാണാമല്ലോ, ബ്രൗൺ കളറാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മുടെ മറ്റ് സാധനങ്ങളൊക്കെ ഇടണം. ഏതൊക്കെയാ? നമ്മുടെ കുരുമുളക് പൊടി, ഉപ്പ്, ക്യാപ്സിക്കം ആദ്യമായവെല്ലാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ആദ്യം ഇടുകയാണ്. കുറച്ച് കുരുമുളക് പൊടി ശരിക്കും ഇത് ക്രഷ്ഡാണ്, പൊടിച്ചതാണ്. പൊടിയിടാം. വെളുത്ത കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ വെളുത്ത കുരുമുളക് പൊടിയില്ല, പിന്നെ ക്രഷ്ഡ് ആണ് ഞാനിടുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം. ഉപ്പും അതുപോലെ ഒന്ന് കത്തിരി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ക്യാപ്സിക്കവും നമ്മുടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ടൊമാറ്റോയും ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞ് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് ആവി കയറിയിട്ട് ഒന്ന് വേവണം. ഒരു 2 മിനിറ്റ് അങ്ങനെ വയ്ക്കാം. മൂടി വെച്ചിരുന്നെടുത്ത് മൂടി എടുക്കണം, നിങ്ങളെ കാണിച്ചില്ല, സാറില്ല. ഇതിപ്പോൾ കണ്ടോ ഏകദേശം ആയിക്കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.
നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. സ്പാനിഷ് ഓംലെറ്റ് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഓവനിൽ സാധാരണക്കാർക്ക് നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഉണ്ടാവണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ കേക്ക് വരെ ദോശക്കല്ല് വെച്ചാണ് ഉണ്ടാക്കാറ് സാധനം. ഓവൻ ഇരിപ്പുണ്ട്, പക്ഷേ ഓവൻ എനിക്കതിനേക്കാളും ഇതാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ ഇതൊന്ന് മറിച്ചിടാൻ വേണമെങ്കിൽ, ഇനി ഇങ്ങനെ തിന്നാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ സാധാരണ ക്യാപ്സിക്കം നമ്മളങ്ങനെ അധികം വേവിച്ച് കഴിക്കാറില്ല. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരു പുതിയ ടേസ്റ്റ് അല്ലേ, ഒരു പുതിയ സ്വാദ് നമുക്ക് പരീക്ഷിക്കാം. എല്ലാവരും പരീക്ഷിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. നിങ്ങൾ ഷെയർ ചെയ്യാത്തതുകൊണ്ടാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ശരി, എല്ലാവർക്കും ഇത്ര നേരം കണ്ട് എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിച്ചത് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കിത് കട്ട് ചെയ്യാം. വഴിമാറ്. നമ്മുടെ ഓംലെറ്റ് കണ്ടോ?